പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഞാൻ എൻ്റെ പ്രിയ ഗാനങ്ങൾ. ഇന്ന് ഞാൻ എൻ്റെ പ്രിയ ഗാനങ്ങളിൽ അതിഥിയായി പങ്കെടുക്കുന്നത് ചലച്ചിത്ര സംവിധായകൻ കലാധരൻ. സ്റ്റുഡിയോയിൽ ഒപ്പം മനേഷ് MP. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഞാൻ എൻ്റെ പ്രിയ ഗാനങ്ങളുടെ ഈ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. 90കളിൽ മലയാളികളെ മൊത്തത്തിൽ കൂടുകൂടെ ചിരിപ്പിച്ച ഒരുപാട് സിനിമകളുടെ ഒരു സംവിധായകനാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. അദ്ദേഹം സിനിമയിൽ മാത്രമല്ല സീരിയലുകളിലും പാട്ടെഴുത്തിലും ഒക്കെ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ആളാണ് ശ്രീ കലാധരൻ. സ്വാഗതം സർ. സ്വാഗതം. നമുക്ക് പുതിയ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ട് തുടങ്ങാം സർ. എന്താണ് പുതിയ പടത്തിന്റെ വിശേഷങ്ങൾ? എങ്ങനെയാണ് പടം ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സിനെ നമ്മൾ മെയിൻ സ്ട്രീമിൽ കൊണ്ടുവരാനുള്ള ഒരു ശ്രമം നടത്തിയിരിക്കുന്നത്? ഞാൻ ഈ ഒരുപാട് ആൾക്കാർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടൊക്കെ ഉണ്ട്. ഇതിലും പുതിയ ആൾക്കാരുണ്ട്. ഇതിൽ 3-4 ചെറുപ്പക്കാർ പുതിയ ആൾക്കാരാണ്, പെൺകുട്ടികളുണ്ട്. എല്ലാ പടങ്ങളും ഞാൻ അങ്ങനെ പരീക്ഷണം നോക്കാറുണ്ട്. പുതിയ ആൾക്കാരെ, എഴുത്തുകാരെയോ അല്ലെങ്കിൽ ക്യാമറാമാൻ അല്ലെങ്കിൽ ആക്ടേഴ്സ്, ഇങ്ങനെ വലുതേയും നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ഈ പടത്തിലും 3-4 ചെറുപ്പക്കാരെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പെൺകുട്ടികളുണ്ട്. ഒരു ഹ്യൂമറിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ്. അത് യങ്സ്റ്റേഴ്സിന് പിടിക്കണം. കാരണം ഇപ്പോഴത്തെ ഒരു ട്രെൻഡിനനുസരിച്ച് നമ്മളും മോഡേൺ ആയേ പറ്റുള്ളൂ. നമ്മളെ ഒരുപാട് ചിരിപ്പിച്ചിട്ടുള്ള ടോം ആൻഡ് ജെറി, എല്ലാവരും ചൊല്ലണ, അപൂർവ, അങ്ങനെ ഒരുപാട് സിനിമകളുടെ സംവിധായകൻ. എന്താണ് അടിപൊളിയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? അടിപൊളിയും ഇതേപോലെ ഒരു ജോണറിനാണ്. പക്ഷെ അത് പഴയ ഒരു കോമഡി അല്ല ഇപ്പോഴത്തെ കോമഡി. ഇപ്പോഴത്തെ കോമഡിക്ക് വ്യത്യാസമുണ്ട്. തന്നെയല്ല, അന്ന് നമുക്ക് ചെയ്യാൻ ആർട്ടിസ്റ്റുകളുണ്ടായിരുന്നു. ഇന്ന് ആർട്ടിസ്റ്റുകൾ കുറവാണ്. കോമഡി ചെയ്യുന്ന ആർട്ടിസ്റ്റുകൾ ചിലരൊക്കെ നമുക്ക് മൺമറഞ്ഞു പോയി. പിന്നെ ഇപ്പോൾ ഉള്ളതിൽ അപൂർവമായിട്ടുള്ള ആൾക്കാരേ ഉള്ളൂ. അവരെ നമുക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ കുറവാണ്. അവരുടെയൊക്കെ അവൈലബിലിറ്റിയും കുറവാണ്. പിന്നെ കിട്ടുന്ന ആൾക്കാരെ വെച്ചും എങ്കിലും വലിയ ദോഷമില്ലാത്ത രീതിയിൽ ഹ്യൂമർ വർക്കൗട്ട് ആയിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു കാൽക്കുലേഷൻ. പടം കഴിഞ്ഞപ്പോൾ നമ്മളൊരു ഫൈനൽ സ്റ്റേജ് കണ്ടപ്പോൾ പടം ഒരു മോശമല്ല, ആൾക്കാർ കണ്ടാലും ഇഷ്ടപ്പെടുന്ന രീതിയിൽ എനിക്ക് വന്നിട്ടുണ്ട്. ഓക്കെ. ഇപ്പോൾ അടിപൊളി എന്നാണ് ചിത്രത്തിന്. അതെ, അടിപൊളി എന്നുള്ള പേര് സത്യം പ്രൊഡ്യൂസർ ഉണ്ടാക്കിയ പേരാണ്. ഞാനിത് വേറെ പേരാണ് ഇട്ടിരുന്നത്. ഞങ്ങൾ ആദ്യം പ്ലാൻ ചെയ്ത് ടൈറ്റിൽ ആരംഭിക്കലാമാ, അത് ഞാൻ ഇട്ടിരുന്ന പേര്. അപ്പോൾ അത് ഞങ്ങൾ അവിടെ ടൈറ്റിൽ രജിസ്റ്റർ ചെയ്യുന്നപ്പോൾ അവിടെ വേറെ പേര് തലേ ദിവസം രജിസ്റ്റർ ചെയ്തു. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ അത് വേണ്ടാന്ന് വെച്ചു. പിന്നെ പ്രൊഡ്യൂസർക്ക് നിർബന്ധം അടിപൊളി മതി. അപ്പോൾ ഞാൻ പറഞ്ഞു, സാർ അടിപൊളി എന്നുള്ളത് ആൾക്കാർ പറയുന്നതാണെങ്കിലും നമുക്കൊരു ടൈറ്റിലായിട്ട് വരുമ്പോൾ എന്ന് പറഞ്ഞു. പക്ഷേ പ്രൊഡ്യൂസർ പറയുന്നത് ഇത് തന്നെ വേണം. ഇപ്പോഴത്തെ എല്ലാ ചെറുപ്പക്കാരും പറഞ്ഞു നടക്കുന്നത്, ചെറുപ്പക്കാരെന്നുള്ളതല്ല, കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ പ്രായമുള്ളവർ വരെ പറയുന്നത് ഏത് സമയവും വായിൽ വരുന്ന വാക്കാണ് അടിപൊളി. അതുകൊണ്ട് അത് മതി എന്ന് പ്രൊഡ്യൂസറുടെ തീരുമാനം. നമ്മൾ പിന്നെ അതിന് യോജിക്കേണ്ടി വന്നു. അതാണ് സത്യം. എന്തായാലും അത് പുറത്തിറങ്ങുമ്പോഴും അടിപൊളിയാവട്ടെ. ഈ അടിപൊളി സിനിമയുടെ ബേസിക് ത്രെഡ് എന്ന് പറയുന്നത് താങ്കൾ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ബേസിക് ത്രെഡ് കഥ പബ്ലിഷ് ചെയ്തത് ശരിയാവില്ല. അതുകൊണ്ട് അതിനെ ശരിക്കും പറഞ്ഞാൽ ഒരു ചെറുപ്പക്കാരുടെ ഇടയ്ക്ക് നടക്കുന്ന ഒരു സംഭവം, ഈ പല ഈ കല്യാണ മുടക്കുകളൊക്കെ ഉള്ളത്. അങ്ങനെ ഒരു വിവാഹം മുടങ്ങുന്നതിനെ ബേസ് ചെയ്തിട്ട് അത് ആരാണ് മുടക്കുന്നതെന്ന് അറിയത്തില്ല. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടൊരു സംഭവമാണ്. അത് ചെറുപ്പക്കാരുടെ ഇടയ്ക്ക് നടക്കുന്നതും പിന്നെ അവസാനം ഈ ആളിനെ കണ്ടെത്തുന്നതൊക്കെയാണ് സംഭവം. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ പിന്നെ അതിനകത്ത് കുറേ ഇൻസിഡൻറ്റുകളുണ്ട്. അത് നമ്മൾ ഇങ്ങനെയൊക്കെ നടക്കുന്ന സംഭവങ്ങൾ, ആളെ പിടിക്കാൻ പോവുക, ആരത് കണ്ടുപിടിക്കാനുള്ള ശ്രമവും, അതിൽ നടക്കുന്ന ഹ്യൂമറുകളും, പിന്നെ കണ്ടുപിടിച്ച് കഴിയുമ്പോഴുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇവർ തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് ഒക്കെയാണ് പടത്തെ ബേസിൽ പോകുന്നത്. അപ്പോൾ അത് രസകരമായിട്ട് നമ്മൾ ഇൻസിഡൻറ്റുകളിലൂടെ രസകരമായിട്ട്, പഴയ പോലെ നമ്മൾ ഈ അങ്ങനെയൊരു കോമഡി അല്ല. ഈ ഡയലോഗ് കോമഡിയും ഉണ്ട്, എന്നാൽ ചില സിറ്റുവേഷൻ കോമഡിയുണ്ട്. അപ്പോൾ അങ്ങനെ ഇതിനെ രണ്ടുകൂടെ കോമ്പിനേഷൻ നടത്തിക്കൊണ്ടാണ് നമ്മൾ പോകുന്നത്. ശശിധരൻ നാരായണ അദ്ദേഹത്തിന്റെ കഥയെ ആസ്പദമാക്കിയിട്ടാണ്. അതെ, അദ്ദേഹത്തിന്റെ പണ്ടൊരു കഥയുണ്ട്. അന്ന് അദ്ദേഹം ഇട്ടിരുന്ന പേര് കല്യാണ സൗദി എന്നാണ്. പക്ഷേ ആ ടൈറ്റിലാണ് പിന്നെ വിനയന്റെ ഒരു പടത്തിന് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പിന്നെ ആ ടൈറ്റിൽ ഉപയോഗിച്ചില്ല. അപ്പോൾ ഇതിനൊരു പുതിയ ടൈറ്റിൽ ഞങ്ങളിങ്ങനെ അന്വേഷിച്ച് നടന്നിട്ടാണ് പേര് കണ്ടെത്തുന്നതും. പക്ഷേ പ്രൊഡ്യൂസർക്ക് ഇതിനേക്കാൾ ഇഷ്ടപ്പെട്ട പേര് അടിപൊളിയാണ്. അപ്പോൾ ശശിധരൻ നാരായണ അദ്ദേഹത്തിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ഉൾപ്പെടെ പല ആൾക്കാരെയും സിനിമയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള അങ്ങനെ ഭാഗ്യമുണ്ടായി. അതൊന്ന് പറയാമോ? വിനുക്കിരിയത്ത്, രാജൻകിരിയത്ത്, ശശിധരൻ നാരായണ വഴി ഞാൻ കൊണ്ടുവന്നു. ആദ്യം എൻ്റെ പടം എഴുത് എസ്.എൻ. സ്വാമിയാണ്. അത് അപൂർവം ചില. അതിനുശേഷം ചെപ്പിലുകൾ എങ്ങനെയാണ് രാജൻകിരിയത്ത്, വിനുക്കിരിയത്ത് വരുന്നത്. ആ പടം കഴിഞ്ഞപ്പോൾ ചെറിയൊരു കഥയുണ്ടെന്ന് പറഞ്ഞിട്ട് ദിനേശ് പണിക്കരാണ് എന്നെ ബന്ധപ്പെടുന്നത്. എൻ്റെ പ്രൊഡ്യൂസറും ദിനേശ് പണിക്കരും പ്രേമൻ എന്ന് പറഞ്ഞ ദിനേശിൻ്റെ ഫ്രണ്ടാണ് പുള്ളി. അങ്ങനെ ഇവർ രണ്ടുപേരുടെ ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ചെപ്പിലുകണേങ്ങാതി പ്ലാൻ ചെയ്യുന്നതും. ട്രിവാൻഡ്രം ഹൈലാൻഡ് ഹോട്ടലിൽ നിന്നാണ് അതിൻ്റെ കഥ കേൾക്കുന്നു, അത് എഴുതാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് അതിൻ്റെ ഉത്ഭവം. അതിലാണ് രാജൻകിരിയത്ത്, വിനുകിരിയത്തെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ അവർ പിന്നെ അവരുടെ ഉള്ള വഴിക്കൂടെ ഇങ്ങനെ പിന്നെ വേണ്ട ഞാൻ അടുത്ത് ചെയ്ത പൊരുത്തം പടം രാജനും വിനുവിൻ്റെയും കഥയാണ്. പക്ഷേ ആ കഥ ഞാൻ സ്ക്രിപ്റ്റ് എഴുതിച്ചത് ശശി നാരായണ വഴി കൊണ്ടാണ്. കാരണം അവർ ചെറുപ്പക്കാരാണ്, കല്യാണം കഴിയാത്ത പിള്ളേരായതുകൊണ്ട് അതൊരു ഫാമിലി സബ്ജക്റ്റാണ്. പിന്നെ അതിന് കുറച്ച് ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അറിയാവുന്ന ഒരാളായിരിക്കണം എന്നുള്ളതുകൊണ്ട് ഞാൻ ശശിയോട് പറയും, ശശിയാണ് ഇത് നമുക്ക് സ്ക്രിപ്റ്റ് ചെയ്തത്. അത് നന്നായിട്ട് വർക്കൗട്ടായി. അതിലൊരു പുതിയ ആർട്ടിസ്റ്റ് ഉണ്ട്. അതിലാണ് ശ്രീലക്ഷ്മി. ഞാൻ ശ്രീലക്ഷ്മിയും അന്ന് ആ പടത്തിൽ കാസ്റ്റ് ചെയ്യുന്ന അവരുടെ
ഡാൻസ് കണ്ടിട്ടാണ്. ഒരു ഡാൻസ് പ്രോഗ്രാം മാത്രമേ കണ്ടുള്ളൂ. അപ്പോൾ എനിക്ക് തോന്നി ആക്ടിങ്, കാരണം ഈ എക്സ്പ്രഷൻസ് ഉള്ളതുകൊണ്ട് അങ്ങനെയാണ് ആദ്യമായിട്ട് ശ്രീലക്ഷ്മി വരുന്നത്. പിന്നെ ഭൂതകണ്ണാടിയിലൂടെയും പിന്നെ അതെ കാറ് പടങ്ങളിലൂടെയൊക്കെ ഒരുപാട് പ്രശസ്തിയായി മാറി. നമുക്കിതൊരു പാട്ട് പരിപാടിയാണ്. ഒരു പാട്ട് കേട്ടുകൊണ്ട് നമുക്ക് തുടർന്ന് സംസാരിക്കാം. തീർച്ചയായും. ഏത് പാട്ട് പറയും? വളരെയധികം പാട്ടുകളുണ്ട്. ഞാൻ ഈ പഴയ പാട്ടിനെ ഇഷ്ടപ്പെടുന്നത്. എനിക്ക് പുതിയ പാട്ടുകളോട് എനിക്ക് വലിയ യോജിപ്പില്ലാത്ത വേറൊന്നുമല്ല. ഇവിടെ പാട്ട് കേട്ട് മറ്റേ ഇവിടെ കടന്നു പോകുന്ന രീതിയിലുള്ള പാട്ടുകളാണ് ഇപ്പോൾ കൂടുതലുള്ളത്. പക്ഷേ നമുക്ക് എനിക്ക് എൻ്റെ ചിന്തയെന്ന് പറഞ്ഞാൽ വയലാർ, തമ്പി സാറ്, ഭാസ്കർ മാസ്റ്റർ ഇങ്ങനെയുള്ളവരുടെ പാട്ടുകളാണ് ഞാൻ കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുള്ളതും. ഇപ്പോഴും നമുക്ക് പാട്ട് കേൾക്കണം തോന്നിയാൽ ആ പാട്ടുകൾ എടുത്താണ് കേൾക്കുന്നത്. അപ്പോൾ അതിൽ ഞാൻ ആദ്യമായിട്ട് പറയാനുള്ള പാട്ട് ഭാസ്കർ മാസ്റ്ററുടെ അച്ചാണി എന്ന പടത്തിലൊരു പാട്ടുണ്ട്, യേശുദാസ് പാടിയ എൻ്റെ സ്വപ്നത്തിന് താഴ്വരെ പോയി. അത് ഞാൻ ഈ പ്രണയത്തെയും പ്രേമത്തെയും ഇഷ്ടത്തെയും ഒക്കെ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു വികാരം നമുക്ക് മനസ്സിനെ സൃഷ്ടിക്കപ്പെടുന്ന പാട്ടിനോടാണ് ഇഷ്ടം. ഈ പാട്ട് കേൾക്കുമ്പോൾ ശരിക്കും നമ്മുടെ ചെറുപ്പകാലത്തുള്ള പല അനുഭവങ്ങളും ഉണ്ടല്ലോ, ഈ അനുഭവങ്ങളുടെ ഒരു ഓർമ്മപ്പെടുത്തലായിട്ട് ഈ പാട്ടുകൾ മാറും. അതുകൊണ്ട് ഇങ്ങനെയുള്ള പാട്ടുകളാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. എനിക്കതിൽ നമ്പർ 1 ആയിട്ട് പറയാനുള്ള ഒരു സോങ് ഇതാണ്. അപ്പോൾ നമുക്ക് കേൾക്കാം എൻ്റെ സ്വപ്നത്തിന് താമര പൊയ്കയിൽ ഇറങ്ങിയ രൂപവതി. അത് ഒരുപാട് പ്രത്യേകതയുള്ളൊരു പാട്ടാണ്. അതിൻ്റെ ഗാനരംഗത്തിൽ യേശുദാസ് പാടി അഭിനയിച്ചിരിക്കുന്നു. ഭരതൻ പെയിന്റ് ചെയ്യുന്നതായിട്ട് അതിനകത്തുണ്ട്. വിൻസെന്റ് മാഷാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള, നമ്മൾ എന്തായാലും ഒരു പാട്ടായാലും ഒരു കഥ കാണുമ്പോഴായാലും ഒരു പാട്ട് കേൾക്കുമ്പോഴും നമുക്ക് മനസ്സിന് എന്തെങ്കിലും രീതിയിൽ ടച്ച് ചെയ്തില്ലെങ്കിൽ ആ സൃഷ്ടി കൊണ്ട് ഒരു കാര്യമില്ല. ഇത് നമുക്ക് കേൾക്കാനും ആ വരികളുടെ അർത്ഥമൊക്കെ നമുക്ക് നോക്കുമ്പോൾ നമുക്കൊരു വേറൊരു ലോകത്തേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും. ഭാസ്കര മാഷിൻ്റെതാണ് വരികൾ. കൂടുതലൊന്നും പറയാനില്ല. പാട്ട് കേൾക്കാം നമുക്ക്. ഈ 2023 ഗ്രാനി എന്ന് പറയുന്നൊരു സിനിമ ചെയ്യുന്നത്. താങ്കളുടെ പൊതുവെയുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള ജോണർ വിട്ടിട്ട് മറ്റൊരു രീതിയിലാണ് ഗ്രാനി താങ്കൾ സമീപിച്ചത്. ഗ്രാനി എന്തുകൊണ്ടാണ് അങ്ങനെ ആലോചിച്ചത്? ഞാൻ ഗ്രാനി ആലോചിച്ചു. എനിക്ക് ആ ത്രെഡ് എൻ്റെ കുറേ കാലം കൊണ്ട് എൻ്റെ മനസ്സിൽ കിടക്കുന്ന ത്രെഡാണ്. അതായത് ഈ ഓൾഡ് ഏജ് ഹോമിൽ കൊണ്ട് തള്ളപ്പെടുന്ന പ്രായമുള്ള ആൾക്കാരുടെ ഒരു കഥയാണത്. അങ്ങനെയുള്ള ഒരു അമ്മയും ഒരു ചെറുമകനും തമ്മിലുള്ള ബന്ധത്തിൻ്റെ കഥയാണ്. അപ്പോൾ ഈ ചെറുമകനെ ഈ അമ്മയെ നഷ്ടപ്പെടുകയും അവനറിയുന്നില്ല. അവൻ്റെ ചിറ്റപ്പൻ വീട്ടിൽ നിന്ന് കൊണ്ടുപോയി അയാൾ ബോംബെക്ക് കൊണ്ടുപോകുന്നു. പക്ഷേ ഇവൻ അവിചാരിതമായിട്ടൊരു ടൂറിസ്റ്റ് സ്പോട്ട് വെച്ച് ഈ മുത്തശ്ശിയെ കാണാൻ ഇടയാവുകയാണ്. അപ്പോഴാണ് മനസ്സിലാകുന്നത് മുത്തശ്ശി ബോംബെയിലൊന്നും അല്ല, ഓൾഡ് ഏജ് ഹോമിലാണെന്നുള്ള സത്യാവസ്ഥ മനസ്സിലാക്കിയിട്ട് ഇവൻ ആ മുത്തശ്ശിയെ വീട്ടിലെത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ്. അത് ഞാൻ ഉദ്ദേശിച്ച് വെച്ചാൽ ഇപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങൾ വളരേണ്ടത് സത്യത്തിൽ അച്ഛനും അമ്മയേക്കാൾ കൂടുതൽ മുത്തച്ഛൻ്റെയും മുത്തശ്ശിയുടെയും കൂടെ വേണം ഈ കുഞ്ഞുങ്ങൾ വളരേണ്ടത്. കാരണം അവരുടെ കഥകൾ പറയാനായാലും കവിതകൾ എഴുതി കൊടുക്കാനായാലും ഓരോരോ ഉപകഥകൾ പറഞ്ഞിട്ട് അവരുടെ മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കാൻ കഴിയുന്നത് ഈ മുത്തച്ഛനും മുത്തശ്ശിക്കുകയാണ്. ഇന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു കാലഘട്ടം തിരിച്ചു കൊണ്ടുവരാൻ ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്കും അതുപോലെ അച്ഛനും അമ്മയും, ഇപ്പോൾ അച്ഛനും അമ്മയും സ്വന്തം മക്കളെ എങ്ങനെ നോക്കുന്നു അതുപോലെ ആയിരിക്കും അവർക്ക് വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾ സ്വന്തം അച്ഛനും അമ്മയും നോക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഫോർമുല അത് നമ്മൾ കുഞ്ഞുങ്ങളും മനസ്സിലാക്കിയിരിക്കണം, കുഞ്ഞുങ്ങളെ വളർത്തുന്ന അച്ഛനും അമ്മയും മനസ്സിലാക്കിയിരിക്കണം. നാളെ നമ്മുടെ കുഞ്ഞുങ്ങൾ കണ്ടു വളരുന്നത് നമ്മളെങ്ങനെ നമ്മുടെ അച്ഛനെ അമ്മയെ ട്രീറ്റ് ചെയ്യുന്നുള്ളതായിരിക്കും. അതേപോലെ നമ്മളും ട്രീറ്റ് ചെയ്യപ്പെടരുത് എന്നുള്ളതുകൊണ്ട് അതിൻ്റെ ഒരു ഗുണപാഠം പോലെ പടം ചെയ്തത്. മാത്രമല്ല കേരളം വളരെ പെട്ടെന്ന് വയസ്സായിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹം കൂടിയാണ്. തീർച്ചയായും ഏതാണ്ട് 35% കൂടുതൽ വയസ്സായിട്ടുള്ള ഒരു നാട്ടിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ ആ പടം കുറെ കൂടിയൊക്കെ റീച്ച് ആവാമായിരുന്നു. റീച്ച് ആകാനായിരുന്നു. പക്ഷെ അതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വളരെ ഒരു ചെറിയ എമൗണ്ടിലാണ് പടം പ്ലാൻ ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് അതിനുവേണ്ടി പബ്ലിസിറ്റിക്ക് വേണ്ടി പൈസ മുടക്കാനുള്ള ഇതില്ലായിരുന്നു. പക്ഷേ തിയേറ്ററിൽ പടം കണ്ട് തിയേറ്ററിറങ്ങി ഒരു 100% ആൾക്കാർ എന്നെ പറഞ്ഞു കണ്ണ് നിറയാതെ പടം കണ്ട് ഇറങ്ങാൻ പറ്റിയില്ല. അതിൻ്റെ റിവ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. 2-3 ആൾക്കാർ റിവ്യൂ എഴുതിയിരുന്നു. ഇവരൊക്കെ എഴുതിയത് അത്ര ടച്ച് ചെയ്യുന്ന സംഭവമായിട്ടാണ്. ഈ മുത്തശ്ശിയും ചെറുമകനും തമ്മിലുള്ള കൂട്ടിമുട്ടൽ യഥാർത്ഥത്തിൽ നമ്മുടെ കൊച്ചുപയ്യൻ്റെ അച്ഛൻ എന്ന് പറയുന്നത് ആ അമ്മയുടെ മകനല്ല, ആ അച്ഛൻ്റെ 2ാമത്തെ വിവാഹമാണിത്. അപ്പോൾ അതിൽ ആ മകൻ പോലും സ്വന്തം മകനേക്കാൾ കൂടുതൽ അമ്മയെ സ്നേഹിക്കുകയും അമ്മയ്ക്ക് വേണ്ടിയിട്ട് നിൽക്കുകയും അയാൾ അമ്മയെ കൊണ്ടുപോയി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അമ്മ പറയുന്നത് നീ അല്ല എൻ്റെ മകൻ, നീ എൻ്റെ മകനാണ്, പക്ഷേ നിന്നേക്കാൾ കടപ്പെട്ടവൻ ഞാൻ നൊന്ത് പ്രസവിച്ചവനാണ്, അവൻ വരട്ടെ, അവനാണ് എന്നെ സംരക്ഷിക്കേണ്ടത് എന്ന് പറയുന്ന അമ്മ. അപ്പോൾ നമ്മൾ ഈ രക്തബന്ധത്തിന് മാത്രമല്ല, അല്ലാതെ സ്നേഹത്തിനും വിലയുണ്ട്. അങ്ങനെ ഒരു അർത്ഥം കൂടെ ഞാൻ കൽപ്പിച്ചാൽ ചെയ്തത്. ശോഭാമോഹനാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സിനിമയിൽ പലപ്പോഴും ഒരു പാട്ടൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഞാൻ പാട്ട് എഴുതാൻ വേണ്ടിയാണ് സിനിമയിൽ വന്നത്. എൻ്റെ എയിം എന്ന് പറയുന്നത് പാട്ട് എഴുതുക, ഒരു ഗാനം എഴുതിയതാവുക എന്നുള്ള ഒറ്റ ഉദ്ദേശമാണ്. ഞാൻ കോളേജ് പഠിക്കുന്ന സമയത്ത് കവിതകൾ എഴുതുമായിരുന്നു, പാട്ട് എഴുതുമായിരുന്നു, ഡിബേറ്റ്സിനൊക്കെ പങ്കെടുക്കുമായിരുന്നു. അപ്പം എൻ്റെ ഒരു അനുഭവം എൻ്റെ കൂട്ടുകാരും എൻ്റെ അധ്യാപകരും ഒക്കെ പറഞ്ഞിട്ടുണ്ട് തന്നെ ഈ രംഗത്ത് താൻ പിടിച്ച് നിൽക്കണം. അങ്ങനെയാണ് ഞാൻ ഈ ഒരു ആഗ്രഹമായിട്ടാണ് മദ്രാസിൽ വണ്ടി കയറുന്നതും. അവിടെ ചെന്നപ്പോൾ മനസ്സിലായി അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം അവിടെ അന്നത്തെ പ്രശസ്തരായ എഴുത്തുകാരെല്ലാവരും ഉണ്ട്. തമ്പി സാറുണ്ട്, പൂച്ചക്കാതുണ്ട്,
വിച്ചു, തിരുമല, ഭാസ്കര മാസ്റ്റർ, തമ്പി സാർ, ഇവരെല്ലാം ഉണ്ട്. അപ്പോൾ അവരുടെ ഇടയ്ക്ക് ഞാനിത് അത്ര ഈസിയായ സംഭവം അല്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി. എങ്കിലും ഞാൻ ശ്രമം നടത്തി. ഞാൻ പല മ്യൂസിയം ദേവരായ മാസ്റ്ററെ കണ്ടിട്ടുണ്ട്, രവീന്ദ്രൻ മാസ്റ്ററെ കണ്ടിട്ടുണ്ട്, ഇവരെയൊക്കെ കണ്ടിരുന്നു, ശ്യാംജിയെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവരൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും എനിക്ക് എൻ്റെ ഒരു ലക്ഷ്യത്തിലേക്ക്, അവരൊക്കെ പാട്ട് കണ്ടു, എല്ലാവരും പറഞ്ഞു പാട്ട് നല്ല പാട്ടാണ്, പക്ഷേ ഒരു കാര്യം ചെയ്ത് നിങ്ങൾ പ്രൊഡ്യൂസറെ സമീപിക്കുക. അപ്പോൾ പ്രൊഡ്യൂസറുടെ ഒരു റെക്കമെൻഡേഷനാണ് നമുക്ക് ആവശ്യം, നമുക്കായിട്ട് റെക്കമെൻഡ് ചെയ്യാൻ പറ്റില്ല എന്ന്. അങ്ങനെ ഞാൻ പിന്നെ അത് ഉപേക്ഷിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് എൻ്റെ അമ്മ ഉണ്ടായിരുന്നു, കല്ലട വാസുദേവൻ എന്ന് പറയും, പുള്ളി ഫിലിം ജേർണലിസ്റ്റായിട്ട് മദ്രാസിലുണ്ട്. അപ്പോൾ പുള്ളി എന്നോട് ചോദിച്ചു, നീ ഇത്രയും വിദ്യാഭ്യാസമൊക്കെ ഇല്ല, നിനക്കത് എന്തുകൊണ്ട് ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ ആയിക്കൂടാ? അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് ശങ്കരൻ സാറിൻ്റെ ഒരു പടത്തിലെ അസിസ്റ്റന്റ് ഡയറക്ടർ ആകാൻ വേണ്ടി സാറിനെ പോയി കണ്ടു. അപ്പോൾ സ്വത്ത് എന്ന പടത്തിൻ്റെ ഷൂട്ടിങ് ഊട്ടിയിൽ നടത്തുന്നു. അപ്പം കണ്ടന്റ് പറഞ്ഞ് 2-ാം തീയതി പോകണം, റെഡി ആയിക്കോളാൻ പറഞ്ഞു. ഞാൻ 2-ാം തീയതി വീട്ടിൽ ഒക്കെ പറഞ്ഞ് സംസാരിച്ച് പെട്ടിയൊക്കെ എടുത്ത് ശങ്കരൻ സാറിൻ്റെ വീട്ടിൽ ചെല്ലാൻ അവിടെയാണ് ചെന്നത്. ചെന്നപ്പോൾ എല്ലാ യൂണിറ്റും പോയി. പിന്നെ വളരെ നിരാശയോടെ തിരിച്ചു പോകുന്നു. പിന്നെ അടുത്തൊന്നും നമുക്ക് അങ്ങനെ അവസരങ്ങൾ കിട്ടിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വിശ്വനാഥ് സാറിൻ്റെ ഇടിമിന്നൽ എന്ന പടം ഷൂട്ടിങ് ഓണാകുന്നത്. അങ്ങനെ ആ പടത്തിൽ അപ്രന്റീസായിട്ട് കയറുന്നു. ക്ലാപ്പ് കാണിക്കുക, അത്യാവശ്യം മറ്റുള്ള കാര്യങ്ങളൊക്കെ. അങ്ങനെ ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ തുടക്കം. ആ പടം കഴിഞ്ഞു. അപ്പോൾ ആ പടത്തിൻ്റെ അസോസിയേറ്റ് ഡയറക്ടർ ആയിട്ടുണ്ടായിരുന്നത് തേവലക്കര ചെല്ല, പുള്ളി എൻ്റെ അസോസിയേറ്റ് ഡയറക്ടർ. അപ്പോൾ പുള്ളിയുടെ കയ്യിൽ നിന്ന് ഞാൻ ഏറെക്കുറെ വർക്കിൻ്റെ കാര്യങ്ങളൊക്കെ പഠിച്ചു. അപ്പോൾ ആ പടം കഴിഞ്ഞപ്പോൾ തന്നെ പുള്ളിക്ക് വേറൊരു പടം വന്നു, ഈ കുയിലിനെ തേടിയൊരു പടം വന്നു, അരോമ. അപ്പോൾ ആ പടം വന്നപ്പം തേവലക്കര ചിലപ്പോൾ എന്നെ വിളിച്ചു, എന്ന് പറഞ്ഞു കലാര വേണം, ഇങ്ങനെ പടം കൊണ്ടുവരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോകുന്നു. ആ പടം ഞാൻ ഫുള്ളായിട്ട് ഒരു പടത്തിൽ നിന്ന് ഞാൻ വർക്കിൻ്റെ ക്രാഫ്റ്റ് പഠിച്ചു. എന്താണ് ചാർട്ടിങ്, എന്താണ് ബ്രേക്ക് ഡൗൺ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി അതങ്ങ് ചാർട്ട് ചെയ്ത് കൈ കൊടുത്തു ഞാൻ. അപ്പോൾ പുള്ളി വളരെ ഇതായി. പിന്നെ പുള്ളിയുടെ എല്ലാ പടങ്ങളും പുള്ളി എന്നെ വിളിക്കാൻ തുടങ്ങി, അക്കൗണ്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് ഞാൻ ജോർജ് സാറിൻ്റെ എത്തുന്നത്. ജോർജ് സാറിൻ്റെ കൂടെ പുള്ളി വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ജോർജ് സാറിൻ്റെ കൂടെ ഞാനൊരു 4 പടം ജോർജ് സാറിനെ കണ്ടിന്യൂസ് വർക്ക് ചെയ്തു. ആ പടം കഴിയുമ്പോഴാണ് സാജേട്ടൻ്റെ ചക്രയുമ എന്ന് പറഞ്ഞ് തുടങ്ങുമ്പോഴും എന്നോട് പറഞ്ഞു. പിന്നെ അപ്പോൾ ഞങ്ങൾ സാജേട്ടനോടേക്ക് കുറച്ച് നേരത്തെ ബന്ധമുണ്ട്. കാരണം വെച്ചാൽ ഈ നമ്മുടെ അമ്മാവനും സാജേട്ടനോട് നല്ലൊരു ബന്ധമുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ പറഞ്ഞു, എന്തുകൊണ്ട് എൻ്റെ കൂടെ വന്നുകൂടാ, ഞാൻ പുതിയ പടം തുടങ്ങുകയാണ് ചക്രയുമ, ജഗൻ അപ്പച്ചൻ സാറാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ചെയ്യാം, പക്ഷേ ജോർജ് സാറിൻ്റെ കൂടെ ഒന്ന് അനുവാദം ചോദിക്കണം. അങ്ങനെ ഞാൻ അതിന് ചെന്ന് ജോർജ് സാറിന് പറഞ്ഞു, സാർ ഇങ്ങനെ ഒരു പടമുണ്ട്, ഞാനൊന്ന് പൊക്കോട്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ജോർജ് സാറും സാജേട്ടനുമായിട്ട് അറിയാം, ഇവരൊന്നിച്ച് വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ പറഞ്ഞു പോണേ പോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഞാൻ സാജേട്ടനോട് ജോയിൻ ചെയ്യുന്നു. സാറിനോട് അങ്ങനെ 9-10 പടം ഞാൻ സാറിനോട് വർക്ക് ചെയ്തു. പുള്ളിയുടെ ഒരു പുഷ്കര കാലമാണ്. ചക്രയും മുതൽ ഇങ്ങോട്ട് കൂട്ടിനിളങ്കിളി, ഒരു നോക്ക് കാണാൻ, അങ്ങനെ എന്ന് നാഥൻ്റെ നിമ്മി, കണ്ടു കണ്ടറിഞ്ഞു, ഗീതം, അങ്ങനെ കുറേ പടങ്ങളുണ്ടായിരുന്നു. ഈ പടങ്ങളെല്ലാം ഞാൻ വർക്ക് ചെയ്തു. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ ഒരു പടം ചെയ്യുന്നു, കേമധുവിൻ്റെ മലരിങ്കിളിയും. അപ്പോൾ സാജേട്ടന് ചെറിയ ഗ്യാപ്പുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു പോയി വർക്ക് ചെയ്യും, കേമധു വളർന്നു വരുന്ന ഈ ഡയറക്ടറാണല്ലോ, പോയി വർക്ക് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ കേമധുവിൻ്റെ കൂടെ ഈ മലരിങ്കിളിയും വർക്ക് ചെയ്തു. അപ്പോൾ അതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതിക്കുന്ന കല്ലൂർ ഡെന്നിസാണ്. കല്ലൂർ ഡെന്നിസ് ഉണ്ടതിനകത്ത് സ്വാമിയുടെ ഒരു ചെറിയ സപ്പോർട്ടുമുണ്ട്. അങ്ങനെ ആ പടം കഴിഞ്ഞു. ആ പടം കഴിഞ്ഞപ്പോൾ പിന്നെ അടുത്ത ഗ്യാപ്പിനാണ് ഈ സാജേട്ടൻ്റെ പടം വരുന്നത്, നിറമാല. ആ പടം അത് ഇങ്ങോട്ട് ഏറ്റില്ല എന്ന് പറഞ്ഞാൽ അത് ക്ലിക്കായി. ഞാൻ സ്ക്രിപ്റ്റ് വായിച്ചത് ഞാൻ സായിട്ട് ഇത് ചെയ്യണോ, എനിക്കൊരു വലിയൊരു സുഖമായിട്ട് തോന്നുന്നില്ല. ഒരു കുഴപ്പമില്ല, എന്ത് കുഴപ്പമെന്നാണ് ഞാൻ വായിച്ച് കേൾക്കാൻ. ഞാൻ പറഞ്ഞു എന്തോ എനിക്ക് സുഖമായിട്ട് തോന്നി. ആ പടം ഫ്ലോപ്പായി. ആ പടം ഫ്ലോപ്പ് ആവുകയും അതാണ് സാറിൻ്റെ ഗ്രാഫ് പെട്ടെന്ന് കുറഞ്ഞു. അതുവരെ ഭയങ്കര ബിസിയായിട്ട് നിന്നിട്ട് ആ ഒറ്റ പടം കൊണ്ട് പ്രതാപത്തിന് ഗീതയാണ് അഭിനയിച്ചത്. അങ്ങനെ ആ പടം ഒന്ന് ഇരുന്നു. അപ്പം സാറിന് ഗ്യാപ്പായി. അപ്പോഴാണ് കേമധുവിൻ്റെ 20-ാം നൂറ്റാണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ സ്വാമി എന്നെ വിളിച്ച് പറഞ്ഞിട്ട് 20-ാം നൂറ്റാണ്ട് സ്റ്റാർട്ട്, നീ എൻ്റെ സ്ക്രിപ്റ്റിനോട് ഒന്ന് ഇരിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 20-ാം നൂറ്റാണ്ട് സ്ക്രിപ്റ്റിനെ കൂടെ ഇരുന്ന് ആ പടം കഴിഞ്ഞ് നേരെ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ കേമധുവിൻ്റെ ഒരു കാലഘട്ടമായത് കണ്ടിന്യൂസ് പടങ്ങൾ, സിവിയുടെ കുറുപ്പ്, 3-ാം മുറ, ഒരുക്കം. ഞാൻ ഒരുക്കം വരെ പുള്ളിയോട് വർക്ക് ചെയ്തു. 7 പടം വർക്ക് ചെയ്തു. ആ പടം വർക്ക് ചെയ്ത് കഴിഞ്ഞ് ഇപ്പോഴാണ് സിബി സാറിൻ്റെ ഓഗസ്റ്റ് ഫസ്റ്റ്, അത് ഈ അരോമയാണ് പടം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഞാനപ്പം കണ്ടിന്യൂസ് ഇവരുടെ 2-3 പടങ്ങൾ, 20-ാം നൂറ്റാണ്ട്, സിവിയുടെ കുറിപ്പ്, ജാഗ്രത, അങ്ങനെ 3-4 പടം കണ്ടിന്യൂസ് ഞാൻ ഇവരുടെ വർക്ക് ചെയ്തു. വർക്ക് ചെയ്തപ്പം അവർക്ക് എന്നോടൊരു പ്രത്യേക ഒരു എന്തോ വർക്കിനോണ്ടായിരിക്കാം. അപ്പോൾ സിബി സാർ എന്നെ പലപ്പോഴും വർക്കിന് വിളിച്ചിട്ടുണ്ട് പല പടങ്ങളിൽ, എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. അപ്പം അരോ പറഞ്ഞു, ഞങ്ങൾക്കൊരു അസോസിയേറ്റ് ഉണ്ട്, ഏത് ഡയറക്ടറായാലും ഞങ്ങളുടെ അസോസിയേറ്റ് ഞങ്ങൾ വെക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ സിബി സാർ ആരാണ് പറഞ്ഞു, കലാധരൻ. ഞാൻ എത്ര പ്രാവശ്യം കലാധരൻ വരാറില്ല, കിട്ടത്തില്ല അവിടെ, ഞാൻ നല്ല ബിസിയായിട്ട് വർക്ക് ചെയ്യുന്നത്, കിട്ടാറില്ല എന്ന് പറഞ്ഞു. അവസാനം പറഞ്ഞു എനിക്ക് വളരെ സന്തോഷപ്പെട്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ ജോയിൻ ചെയ്തു. അവിടെ ജോയിൻ ചെയ്യുമ്പം സിബി സാറിൻ്റെ അസോസിയേറ്റ് ഡയറക്ടർ ഉണ്ട്, ഷാജി എന്ന് പറയും. അത് ഷാജേട്ടനോട് ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ ഷാജിയാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. 2-3 ദിവസം എൻ്റെ പറഞ്ഞു, കലാധരൻ എൻ്റെ കൂടെ നിൽക്കണം, എനിക്ക് കുറച്ച് കൂടുതൽ സിങ്ക് ആവുന്നത് കലാധരനാണെന്ന്. പിന്നെ ഞാൻ അങ്ങനെ സിബി സാറിനോട് വർക്ക് ചെയ്തു. സിബി സാറിൻ്റെ കൂടെ ഒരു ഏതാണ്ട് 4 പടം
മാലയോഗം വരെ ചെയ്ത് ഞാൻ ഓസ്റ്റ് വെസ്റ്റ് കിരീടം, അതിനുശേഷം ചെയ്ത പടം ഹിസൈൻസ് അബ്ദുള്ള, ലാസ്റ്റ് ചെയ്തതാണ് മാലയോഗം. മാലയോഗം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് എന്നെ നമ്മുടെ അക്ബർ, ഉത്തരം പടത്തിൻ്റെ പ്രൊഡ്യൂസർ അക്ബർ ബന്ധപ്പെടുന്നതും എൻ്റെ ചോദിച്ചു ഇങ്ങനെ ഒരു പടം ഞാൻ ഡയറക്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, എന്താണ് ചെയ്യാൻ പറ്റുമോ ഇല്ലേ. ശരിക്കും ആ പടം ആദ്യം ജയരാജിന് വന്ന പടമാണ്. ജയരാജ് അപ്പം 7 ആർട്സിൻ്റെ വിദ്യാരംഭ പടം തുടങ്ങാനുള്ള പരിപാടി നിൽക്കുകയാണ്. അപ്പോൾ എനിക്കിങ്ങനെ ഒരു പടമുണ്ട്, ഞാൻ ഒരാളിനെ സജസ്റ്റ് ചെയ്യാൻ നിങ്ങൾ ബന്ധപ്പെടാം. അങ്ങനെയാണ് ജയരാജൻ എന്നെ സജസ്റ്റ് ചെയ്യുന്നത്. എൻ്റെ വന്ന് സംസാരിച്ചു. അപ്പോൾ ഞാൻ ആലോചിച്ച് ചെയ്യാം, കാരണം ഇത്രയും കാലമായിട്ട് നമ്മളിങ്ങനെ ഞാൻ 9 വർഷമായി. സത്യം പറഞ്ഞാൽ അന്ന് നമ്മൾ ഒരു മാസം പോലും നമുക്ക് സ്പെൻഡ് ചെയ്യാൻ, അതുപോലെ നമ്മൾ ബിസിയായിട്ട് വർക്ക് ചെയ്തതാണ്. അപ്പോൾ ഈ ഇടയ്ക്ക് എനിക്ക് വലിയ ഗുണം കിട്ടി. നമ്മുടെ ജയതിച്ചേട്ടനൊരു പടം ഡയറക്റ്റ് ചെയ്തു, അന്നക്കുട്ടി. അപ്പോൾ ആ പടത്തിൽ എന്നോട് പറഞ്ഞു കലാകാരൻ്റെ കൂടെ നിൽക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ പടത്തിൽ നിന്നു. അപ്പോൾ അത് നമുക്കൊരു വലിയ എക്സ്പീരിയൻസ് വേണം, കാരണം നമുക്ക് നമ്മുടെ സ്വാതന്ത്ര്യത്തിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം. അപ്പോൾ ഞാൻ ചോദിച്ചു എന്തായാലും ചെയ്യുക, ഇനിയിപ്പോൾ നമ്മൾ എത്ര കാലമാണ് ഈ അസോസിയേറ്റ് എന്ന് പറഞ്ഞ് പോകാനേ. നമുക്ക് അങ്ങനെ നിന്നാൽ നമുക്ക് ഇഷ്ടംപോലെ വർക്ക് കിട്ടും, പ്രൊഫഷൻ കിട്ടുമെങ്കിലും നമ്മുടെ ഒരു ഗ്രാഫ് പറഞ്ഞോണ്ട്. അപ്പോൾ അതൊക്കെ പറ്റിയിട്ടുണ്ട്. ഇൻഡസ്ട്രി തന്നെ എനിക്കറിയാവുന്ന പലരും ഉണ്ട്, ഈ അസോസിയേറ്റ് നിന്ന് അസോസിയേറ്റ് ആയി പോകും. പിന്നെ അവർക്ക് ഒരിക്കലും പടം ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഞാൻ കൈ കൊടുത്തതിൽ ആ പടം മോശമായില്ല. അപൂർവം ജില്ല എന്നുള്ള പടം കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു, ആർട്ടിസ്റ്റിൻ്റെ പ്രശ്നങ്ങളുണ്ടായിരുന്നു, സാമ്പത്തികമായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും ആ പടം ഒരു മാന്യമായിട്ട് നമുക്ക് തീർക്കാൻ കഴിഞ്ഞു. ജയതി ചേട്ടൻ അവാർഡും കിട്ടി. എനിക്ക് അതിലാണ് ഏറ്റവും കൂടുതൽ സന്തോഷം. അതിനുശേഷമാണ് ഈ ചെപ്പ് കളിക്കണ ചങ്ങാതിയിലേക്ക് കൊണ്ടുവരുന്നത്. നമുക്ക് ഒരു പാട്ടും കൂടി കേൾക്കാം. പാട്ട് പറയും. മയിലാടും കുന്ന്, അതിൽ വയലാർ ദേവരാജൻ കോമ്പിനേഷൻ യേശുദാസ് പാടിയൊരു പാട്ടുണ്ട്, സന്ധ്യമയങ്ങും നേരം ഗ്രാമ ചന്ത വിരിക്കുന്ന നേരം. ആ പാട്ട് കേൾക്കുമ്പോഴേ ശരിക്കും എനിക്ക് ആ ചന്തയും അതിലെ ആൾക്കാരെയും നടന്നു വരുന്ന ഹീറോയിനെ ഇതൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ പിക്ചർ പോലെ കയറി വരും. എനിക്ക് അങ്ങനെയുള്ള പാട്ടുകളാണ് ഇഷ്ടം. അങ്ങനെയുള്ള പാട്ടുകൾ ഞാൻ എഴുതുന്ന അങ്ങനെയുള്ള പാട്ടുകളാണ്. ഞാനിരുന്ന് ലൈൻസ് കണ്ടാൽ ആ ലൈൻസ് ഇഷ്ടപ്പെട്ടാൽ മാത്രം പോരാ, അത് വിഷ്വലൈസ് ചെയ്യാൻ കേൾക്കുന്നവർക്ക് കഴിയണം. അതാണ് ഞാൻ ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള പാട്ടുകൾ പറയുന്നത്. താങ്കൾ സൂചിപ്പിച്ച പോലെ ആ വിഷ്വൽ നമ്മുടെ മുന്നിലേക്ക് വരച്ചിട്ടിരിക്കുകയാണ് വയലാർ. അത് തീർച്ചയായിട്ടും നമുക്ക് ആ പാട്ട് കേൾക്കാം. ഓക്കെ. പാട്ടെഴുത്തുകാരനാവാനാണ് വന്നത് എന്ന് പറഞ്ഞിട്ട് പിന്നെ സിനിമയുടെ കാര്യങ്ങളിലേക്കൊക്കെ പോയി. പിന്നെ എപ്പോഴാണ് ഒരു പാട്ടെഴുത്തുകാരനാവുന്നത്? പാട്ടെഴുത്തുകാരനാവുന്നത് ഞാനിങ്ങനെ പലരെയും ബന്ധപ്പെട്ട് നടന്നില്ല. ഡയറക്ടേഴ്സിനോട് പറഞ്ഞിട്ടുണ്ട്, ഐസ്നേറ്റൊക്കെ ഇരുന്ന് ജോലി ചെയ്യാനുള്ള സമയം തികയുന്നില്ല, പിന്നെയാണ് വയനടയ്ക്കുന്ന പാട്ട് എഴുതുന്നത്. സത്യം, അതാണ് സത്യം. നമ്മളൊരു അസോസിയേറ്റഡ് പടത്തിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് വേറെ ഒന്നും ചിന്തിക്കാനും പ്രവർത്തിക്കാൻ സമയം കിട്ടാറില്ല. അത്രയും കോർഡിനേറ്റ് ചെയ്യാനുണ്ട്. ഒരു ഡയറക്ടറുടെ ആബ്സൻസ് നമ്മൾ കവർ ചെയ്യുക എന്നുള്ളതാണ് ഒരു അസോസിയേറ്റർ എന്ന് പറഞ്ഞാൽ. ഡയറക്ടറെ മനസ്സറിയണം, പുള്ളിയുടെ പ്രവർത്തന രീതി അറിയണം, ഇതെല്ലാം അറിഞ്ഞ് കഥയ്ക്ക് ദോഷം വരാതെ ആർട്ടിസ്റ്റുകളൊക്കെ ഇവരൊക്കെ പരസ്പരം കോർഡിനേറ്റ് കൊണ്ടുപോകേണ്ടത് ശരിക്കും പറഞ്ഞാൽ ഒരു അസോസിയേറ്റ് കടമയാണ്. അത് പ്രൊഡ്യൂസറായാലും പ്രൊഡ്യൂസറും ഡയറക്ടറും പ്രൊഡക്ഷൻ കൺട്രോളും എല്ലാവരുടെയും ഇടയ്ക്ക് കോമൺ ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് അസോസിയേറ്ററാണ്. അപ്പോൾ അന്ന് അതിൽ നമ്മൾ കുറച്ച് ശോഭിക്കാൻ കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഈ ഉപഹാരം എന്ന സാജേട്ടൻ്റെ ഒരു പടമാണ്, അത് 3 നാൾ ഷൂട്ടിംഗ് നടക്കുന്നു. അപ്പം കണ്ടുകൊണ്ടറിഞ്ഞു എടുക്കുന്നത് വിജയ മൊയ്സാണ്. വിജയ മൊയ്സിൻ്റെ പാട്ടിൻ്റെ സമ്മർദ്ദം. ഞാൻ വിജയ മൊയ്സിനെ ഇപ്പോൾ സേവിച്ചിനും ജോളി അവർ രണ്ടുപേരാണ് എൻ്റെ മെയിൻ ആൾക്കാർ. അപ്പച്ചനുണ്ടെങ്കിൽ ഇവർ രണ്ടുപേരാണ് മെയിൻ. അപ്പോൾ ഞാൻ ഇവരോട് പറഞ്ഞു എനിക്കൊരു പാട്ട് എഴുതണം, എനിക്ക് വലിയ ആഗ്രഹമാണ്. സാഹചര്യമൊന്നും സമ്മതിച്ചിട്ടില്ല. അതെടുക്കാൻ ആദ്യം ഇന്നും കാര്യമൊന്നുമില്ല, ചുമ്മാ നമുക്ക് ഇവിടെ പണിയില്ല എന്നൊക്കെ പറഞ്ഞ് പുള്ളിയൊന്നും സമ്മതിച്ചിട്ടില്ല. അങ്ങനെ ഞാൻ ലാസ്റ്റ് എന്തായാലും വിജയനോട് പറഞ്ഞു ഞങ്ങൾ ഈ പടത്തിൽ വെക്കല്ല, അതിനൊരു പാട്ട് തരുന്നു. അപ്പോൾ അന്ന് കോരസാറുണ്ട്, അറിയാം, ഈ സാമിയുടെ ഒരു ഗുരുവായിരുന്നു. അപ്പോൾ കോരസാറാണ് അന്ന് പലതും തീരുമാനിക്കുന്നത്, ആര് എഴുതണം, ആര് പാടണം, ആര് അഭിനയിക്കണം, ആര് ക്യാമറ ചെയ്യണം, ഇതൊക്കെ കോരസാറിൻ്റെ ഒരു തീരുമാനമുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ ഈ പാട്ടിന് പറഞ്ഞപ്പം വിജയ മീസൂറിനെ സേവിച്ച ഞങ്ങളോട് കോരസാറിന് ബന്ധപ്പെട്ടു. പറഞ്ഞു കലാകാരൻ കുഴപ്പമില്ല, എഴുതട്ടെ പ്രശ്നമില്ല എന്ന് പറഞ്ഞത്. അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് വരുന്നത്. അപ്പോൾ അന്ന് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ ആ ഉപഹാരം ഷൂട്ടിങ് 3 നാൾ കഴിഞ്ഞ് രാത്രി ഷൂട്ടിങ്ങാണ്. അത് കഴിഞ്ഞ് ശ്രീവിദ്യയാണ് അഭിനയിക്കുന്ന ഒരു ക്യാരക്ടർ, അത് അവിടുത്തെ ക്യാരക്ടർ. ഇവരപ്പോൾ തിരിച്ചു പോകാൻ നെക്സ്റ്റ് ഡേ ഇവർക്ക് തിരിച്ച് മദ്രാസിലേക്ക് പോകണം. അപ്പോൾ ശ്യാംജി പറഞ്ഞു ശ്യാംജിക്ക് അടുത്ത ദിവസം പാട്ട് കൊടുക്കണം. പുള്ളി മ്യൂസിക് ഇട്ട് വന്നിട്ടുണ്ട്, അതിനനുസരിച്ച് പാട്ട് കൊടുത്തെങ്കിൽ മാത്രമേ പുള്ളിക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്തിട്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റുമല്ലോ. ഇവരുണ്ട് പറഞ്ഞു അതായത് പാട്ട് കൊടുത്തേ പറ്റുള്ളൂ, അല്ലെങ്കിൽ പറ്റില്ല, അല്ലെങ്കിൽ വേറെ ആൾ എഴുതുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ സാറിന് പറഞ്ഞു ചേട്ടാ ഇങ്ങനെ ഒരു അവസരമാണ്, ഒരു വണ്ടി ഞാൻ പോയി എഴുതട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ പകൽ ഷൂട്ടിങ് അപ്പോൾ സമയത്തില്ല. അപ്പോൾ എന്നെ പറഞ്ഞാൽ അതാ പോയി എഴുതു എന്ന് പറഞ്ഞിട്ട് ഞാൻ ശ്രീവിദ്യയുടെ ആ കാറിൽ അവർ കൊച്ചി എയർപോർട്ടിനാണ് വരുന്നത്. അപ്പോൾ ഞങ്ങൾ താമസം കലൂരാണെന്ന്, കൽപ്പക ടൂറിസ്റ്റ് കൊണ്ട് താമസിക്കുന്നത്. ഞങ്ങൾ നേരെ അവിടെ വന്ന് ഇവർ ഫ്ലൈറ്റിൽ പോയി, ഞാൻ നേരെ റൂമിൽ വന്നിട്ട് എനിക്ക് സത്യം പറയാൻ എനിക്ക് അങ്ങനെയുള്ള എക്സ്പീരിയൻസ് ഇല്ല. മ്യൂസിക് വെച്ച് നമുക്ക് പാട്ടിടുന്ന പരിപാടി നമുക്ക് പണ്ടുമില്ല. കാരണം നമ്മുടെ മനസ്സിൽ തോന്നുന്ന ഐഡിയാസ്, നമ്മുടെ വാക്കുകളായാലും ഐഡിയാസ് ആയാലും അത് നമ്മുടെ ഒരു യുക്തി അനുസരിച്ചാണ് നമ്മൾ എഴുതുന്നത്. ഇത് മ്യൂസിക് എഴുതാൻ ഞാൻ ഈ മ്യൂസിക് കേട്ട് എനിക്ക് ഒരു ഐഡിയയും കിട്ടുന്നില്ല. അതിൻ്റെ മ്യൂസിക് എനിക്ക് ഇപ്പോഴും നല്ല ഓർമ്മയാണ്.
ഇതാണ് മ്യൂസിക്. ഞാനിതിങ്ങനെ ഇട്ട് ടേപ്പിലിട്ട് കേട്ട് 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 റിവൈൻഡ് ചെയ്ത് കേട്ട് 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 അവസാനം എനിക്കൊരു വല്ലാത്ത അവസ്ഥ. ഞാൻ കിടന്ന് ഉറങ്ങി. ഒരു 2 മണിക്ക് ഉറങ്ങിയിട്ട് എഴുന്നേറ്റ് ഞാൻ വീണ്ടും ഇത് ഓൺ ചെയ്തു. അപ്പോൾ ഈ തന്നെ ഇത് വന്നു. പെട്ടെന്ന് എനിക്കൊരു ഐഡിയ വരുവാണ്. തിന്നലാടും പൂമരത്തിൻ തേൻ കൊണ്ടുവാ, എൻകിനാക്കൾ ചൂടി നിൽക്കാൻ പൂ കൊണ്ടുവാ. അങ്ങനെ ആ ഫസ്റ്റ് ലൈൻസ് ഉണ്ടായി. അപ്പോൾ അത് ഞാൻ വീണ്ടും വീണ്ടും പാടി നോക്കിയപ്പോൾ മീറ്റർ കറക്റ്റാണ്. ആശയപരമായിട്ടും വലിയ കുഴപ്പമില്ല. അപ്പോൾ എനിക്ക് തോന്നി ഇത് തന്നെ ഇത് ആ പാട്ട്. അങ്ങനെ അത് എഴുതി തീർത്തു. റഹ്മാനും നദിയ മൊയ്തും കൊണ്ടാണ് ആ പാട്ട് ചെയ്തിരിക്കുന്നത്. ആ പാട്ട് അതിമനോഹരമായിട്ട് പാട്ട് വന്നു. ആ വർഷത്തെ ചിത്രയുടെ 10 ഹിറ്റ് സോങ്ങുകളിൽ ഒരു സോങ് ആയിരുന്നു അത്. അതെ, ഇന്നും എല്ലാവരും ഓർമ്മിക്കുന്ന ഒരു 80s ഹിറ്റ്സ് ആണ് അത്. 86 തീർച്ചയായും. നമുക്ക് ഇപ്പോൾ താങ്കളുടെ ഇഷ്ടഗാനമായിട്ട് ഞാൻ ആ പാട്ട് വയ്ക്കട്ടെ. ആ ഒരു സ്വാതന്ത്ര്യം ഞാൻ എടുക്കുന്നു. താങ്കളുടെ ആദ്യത്തെ പാട്ട് നമുക്ക് കേൾക്കാം. താങ്കൾ സൂചിപ്പിച്ചോടെ താങ്കൾ എഴുതി ശ്യാം ഈണം നൽകി പാടിയ പാട്ടാണ്. നമ്മൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരുന്ന പാട്ട് കൂടാതെ ഏതാണ്ട് 150-നടുത്ത് പാട്ടുകൾ താങ്കൾ എഴുതിയിട്ടുണ്ടായി. അത് സിനിമയ്ക്ക് വേണ്ടിയും സീരിയസിന് ആദ്യമായിട്ട് സതി എന്നൊരു സീരിയൽ ചെയ്തിരുന്നു. ഈ നായരുടെ മകൻ കൃഷ്ണകുമാർ പ്രൊഡ്യൂസ് അതിലെ ദൂരദർശൻ്റെ അതിലൊരു നല്ല പാട്ട് എഴുതിയിരുന്നു. അതിനുശേഷം താലി ഞാൻ പിന്നെ വർക്ക് ചെയ്യുന്നത് താലിയാണ്. 7 Arts പ്രൊഡ്യൂസ് ചെയ്തിട്ട് എം ജയസൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ പാട്ടുകളാണ് ആദ്യം ശ്രദ്ധിക്കപ്പെട്ടത്. ജയസൻ്റെ പാട്ടുകൾ എൻ്റെ പാട്ടുകളാണ്. അതിന് മുമ്പ് ജയസൻ ഒരു പടം ചെയ്തിട്ടുണ്ട്. ദിനേശ് പണിക്കരുടെ പടമാണ് ചെയ്തത്. ആ പടം കഴിഞ്ഞ് പുള്ളി വലിയ വർക്കൊന്നും ഇല്ലായിരിക്കുകയാണ്. ഞാൻ ഈ വിജയൻ സാറിന് പറഞ്ഞു, സാർ നമുക്ക് നല്ല കുറേ പാട്ടുകളുണ്ടെങ്കിൽ നല്ല ഒരു ചേഞ്ച് ആണല്ലോ, അങ്ങനെ എഴുതിക്കളാൻ പറഞ്ഞു. അങ്ങനെ അതിൻ്റെ ടൈറ്റിൽ സോങ് എഴുതിയിരിക്കുന്നത് ONV കുറുപ്പ് സാറാണ് എഴുതിയത്. താലി പൂത്താലി എന്നൊരു സോങ് ഉണ്ട്. ബാക്കി 9 സോങ് ഉണ്ട്. ഈ 9 സോങ് ഞാനെങ്ങനെ എഴുതി. പക്ഷെ അതിൽ വളരെ മനോഹരമായ ഒരു സോങ്. എനിക്ക് ഒരുപാട് ആൾക്കാർ എൻ്റെ ഇന്ന് തന്നെ എഴുതി വാച്ചന് പോയിട്ടുണ്ട്. സ്റ്റുഡിയോയിൽ നിന്ന് റെക്കോർഡ് ചെയ്തുകൊണ്ട് പോയിട്ടൊരു പാട്ടുണ്ട്. നല്ല പാട്ടാണത്. അതായത് ഇത്തിരി ദുഃഖവും കണ്ണുനീരും മാത്രം നൽകുവാനായിരുന്നെങ്കിൽ എന്തിനീ യാത്രയിൽ കണ്ടുമുട്ടി നമ്മൾ എന്തിനിത്രത്തോളം ചേർന്ന് പോയി എന്നൊരു സോങ് ഉണ്ട്. അത് എനിക്ക് ആ എൻറ്റൈറ്റിലായിട്ടാണ് ഉപയോഗിക്കാൻ പറ്റിയത്. ഇടയ്ക്ക് സോങ് ഞാൻ ഉപയോഗിച്ചു, അതിന് ശേഷം ഞാൻ എൻറ്റൈറ്റിലായിട്ട് ഉപയോഗിച്ചു. അതിലെ തന്നെ വേറൊരു സോങ് ഉണ്ട്, ചിത്ര പാടിയൊരു സോങ് ഉണ്ട്. ആ സോങ് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞ് ചിത്ര എന്നോട് പറഞ്ഞു, സാർ ഈ പാട്ട് നിങ്ങൾ ഒരു കാരണവശാലും ഇത് ഒരു എപ്പിസോഡ് ഇട്ട് നശിപ്പിച്ച് കളയില്ലേ, അതിൽ എൻറ്റൈറ്റായിട്ടെങ്കിലും ഇടണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇത് രണ്ടും മാറി മാറി ഇട്ടു. അത് നല്ല ഒരു സോങ്ങാണ്. ആതിരാത്തിങ്കളും താരകളും ചേർന്ന് താരാട്ട് പാടുന്ന നാട്ടിൽ ഉറക്കമാണോ നീ മയക്കമാണോ തങ്കത്താലമേ താലോലമേ എന്നൊരു താരാട്ട് പാട്ടാണത്. അത് നല്ല രസമായ സോങ്ങാണത്. പിന്നെ അതിനകത്ത് ഞാൻ ഇങ്ങനെ എഴുതി ഒരു 10 സോങ്ങുകൾ എഴുതി. അതിനുശേഷം അടുത്ത വന്നപ്പോൾ ഇന്നലെ എന്ന് പറഞ്ഞ മോഹൻലാൽ, ആൻ്റണി പെരുമ്പാവൂര്, നമ്മുടെ ഏഷ്യാനെറ്റിലെ ഇവരെല്ലാവരുടെ പ്രൊഡ്യൂസ് ചെയ്തൊരു സീരിയലാണ് ഇന്നലെ. അതിലൊരു 10 സോങ്. അത് അന്നും ആരും ഈ സീരിയൽ സോങ് എഴുതാറില്ല. ഇത് പിന്നെ ഞാൻ എഴുതുക, ഞാനിത് ജയചന്ദ്രൻ കൊടുക്കുന്നു, ജയചന്ദ്രൻ മ്യൂസിക് ഇട്ട് റെക്കോർഡ് ചെയ്തായിരുന്നു, കമ്പനി പൈസ കൊടുക്കുന്നു. അതുകൊണ്ടാണത് പറ്റിയത്. അപ്പോൾ ഞാൻ അതിനകത്ത് എല്ലാ സീരിയലിലും ഞാൻ ഇതുപോലെ 5, 6, 7, 8 സോങ്ങും കവിതയും 2 കയറ്റുമായിരുന്നു. അങ്ങനെ കുറേ അങ്ങ് ചെയ്തു. പിന്നെ പടങ്ങളിൽ വന്നിട്ടുണ്ട്. ഈ സിനിമകളിൽ വരുമ്പോൾ പലപ്പോഴും 1, 2 പാട്ടുകൾ എഴുതുകൊണ്ടാണോ തെന്നലാടും പലപ്പോഴും ആ സിനിമയിലെ മറ്റു പാട്ടുകൾ എഴുതിയിരിക്കുന്ന ചുനക്കരയുടെ പേരിലാണ് പലപ്പോഴും പറയുക. അതുപോലെ മറ്റ് സിനിമകളുടെ പാട്ടുകളിലും അതിൽ കൂടുതൽ എഴുതിയിട്ടുള്ള കുറച്ചുകൂടി അറിയപ്പെടുന്ന ഗാനരചയിതാക്കളുടെ പേര്. അതിന്റെ കാര്യം അതാണ്. ഇപ്പം ഞാൻ തുടക്കക്കാരൻ, അപ്പം എന്നെ ആർക്കും അറിയത്തില്ല. അപ്പം ആ പാട്ടിലെ മറ്റുള്ള സോങ്ങുകൾ, നല്ല സോങ്ങുകൾ കേൾക്കുമ്പോൾ ഇതും പുള്ളി എഴുതാണെന്ന് ധരിച്ച്, അതിനാണെങ്കിൽ ഒരു ചുനക്കര സ്വഭാവം ഉണ്ട്. അങ്ങനെ സംഭവിച്ചു. ഞാൻ എപ്പോഴും വാക്കുകൾ സെലക്ട് ചെയ്യുന്നത് കുറച്ച് ശ്രദ്ധിച്ച്, കാരണം ആൾക്കാർക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന വാക്കുകൾ ഞാൻ ഉപയോഗിക്കാറുള്ളൂ. എൻ്റെ എല്ലാ പാട്ടിലും എൻ്റെ വൊക്കാബുലറി കുറവാണ്, മലയാളത്തിൽ കുറവായിരിക്കാം. ഞാൻ ഈ കോളേജ് പഠിക്കുന്ന സമയത്ത് ഞാൻ ഡിഗ്രിക്ക് ഇംഗ്ലീഷാണ് എഴുതുന്നത്. അപ്പോൾ എന്നോട് എൻ്റെ അധ്യാപനം ഉണ്ടായിരുന്നു, മലയാള അധ്യാപനം രവീന്ദ്രൻ ഉണ്ണിത്താൻ എന്ന് പറഞ്ഞിട്ട്, മാവേലി രവീന്ദ്രൻ സാറുണ്ടായിരുന്നു. അപ്പോൾ സാറിനറിയാം ഞാൻ ഈ പ്രീ ഡിഗ്രി സമയത്ത് ഞാൻ ഇങ്ങനെയുള്ള കുഴപ്പങ്ങളുണ്ട്, എഴുത്തുണ്ട്, പിന്നെ ഡിബേറ്റിൽ പങ്കെടുക്കും, ആവശ്യമില്ല തർക്കവും വിതർക്കമൊക്കെ ഉണ്ടാകും. അപ്പോൾ സാറ് ഇതിനെ പലപ്പോഴും ഇതിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ എന്നോട് ഞാൻ ഇംഗ്ലീഷ് എടുത്തതിന് ശേഷം എന്നോട് പറഞ്ഞു, സാർ ഒരു തൻ്റെ ലൈഫ് മലയാളമാണ്, താൻ മലയാളത്തിലേക്ക് പോവാം, എനിക്ക് ആ ഒരു ഫ്യൂച്ചർ എന്ന് പറഞ്ഞു. ഞാൻ സാർ ഇത് മലയാളം എനിക്ക് വായിച്ച് പഠിക്കാം, ഇംഗ്ലീഷ് ആകുമ്പോൾ അതല്ലല്ലോ എന്ന് പറഞ്ഞാണ് ഞാൻ പോയില്ല. 1 മാസം കണ്ടിന്യൂസ് എന്നെ വിളിച്ചുകൊണ്ടിരുന്നു, അതാന്ന് പറഞ്ഞിട്ട്. അത് ഞാൻ ആ കൂട്ടത്തിൽ എനിക്ക് മലയാളം പഠിപ്പിച്ചുകൊണ്ട് ചെറുതൊന്നും പഠിപ്പിച്ചു. ഞങ്ങൾ വളരെ ഡിബേറ്റ് ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് സാറൊന്ന് പറയും, ഞാൻ വേറൊന്ന് പറയും. ഈ പറഞ്ഞ അവസാനം പറഞ്ഞു, അദ്ദേഹം പറഞ്ഞത് ശരിയാണ്, ഞാൻ പറഞ്ഞത് ശരിയാണ്, പുള്ളി പ്രശ്നം. അങ്ങനെ അതെനിക്കിത് വലിയ ഹരമായിരുന്നു, ഈ ഡിബേറ്റ് ഒന്നും വലിയ ഹരമായിരുന്നു. അങ്ങനെ ഈ ഒരു ഇതുണ്ട്. പക്ഷേ അന്ന് ഈ മാവേലിക്ക് രവീന്ദ്രൻ സാർ പറഞ്ഞു കേട്ട് ഞാൻ മലയാളം എടുത്തിരുന്നെങ്കിൽ ഇന്ന് എൻ്റെ പിക്ചർ വേറെ ആകുമായിരുന്നു. ഞാൻ ചിലപ്പോൾ ഡയറക്ടർ അല്ലായിരുന്നു, ചിലപ്പോൾ വേറൊരു തരത്തിലേക്ക് മാറിപ്പോകും. പിന്നെ ഓരോരുത്തർക്ക് ഓരോ ഫേറ്റ് ഉണ്ട്.
ഈ ഇപ്പോൾ അടുത്ത കാലത്ത് ഒരു വലിയ ചർച്ചയായ ഒരു കാര്യമാണ്, താങ്കൾ ഏതാണ്ട് 10 കൊല്ലത്തോളം അസിസ്റ്റന്റായിട്ട് അസോസിയേറ്റ് ആയിട്ട് ജോലി ചെയ്തതിനു ശേഷമാണ് ഇൻഡിപെൻഡന്റ് ആവുന്നത്. ഇപ്പോൾ സിനിമ കംപ്ലീറ്റ് ആയി മാറി, ഫിലിമിൽ നിന്ന് ഡിജിറ്റൽ ആവുമ്പോൾ തന്നെ സിനിമയുടെ രൂപം വളരെ കുറച്ചുകൂടി ജനകീയമായി എളുപ്പമായി പ്ലാറ്റ്ഫോമുകൾ ഒരുപാട് വരുന്നു. അപ്പോൾ ആ ഒരു കാലത്തിലേക്കുള്ള ഒരു മാറ്റം താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഈ മാറ്റം എന്നെ സംബന്ധിച്ച് എനിക്ക് വലിയ ഫീൽ ചെയ്തിട്ടില്ല. നമ്മൾ ഫിലിമിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നമുക്ക് ഡിജിറ്റൽ വലിയ പ്രശ്നമല്ല. പക്ഷേ ഇപ്പോൾ ഡിജിറ്റൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് തിരിച്ച് ഫിലിം വരികയാണെങ്കിൽ ഒരു കാരണവശാലും അത് ചെയ്യാൻ പറ്റില്ല. ഞങ്ങളൊക്കെ ഞങ്ങളുടെ മനസ്സിലാണ് സിനിമ, ഷോട്ട് ഞങ്ങളുടെ മനസ്സിലാണ്. ഒരു ആർട്ടിസ്റ്റിനോട് നമ്മൾ അഭിനയം പറഞ്ഞു കൊടുത്ത് അവർ ചെയ്യുന്ന ആക്ടിവിറ്റീസ് എന്താണ്, അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് നമ്മൾ മനസ്സിൽ കാണാം. നമുക്ക് ഇന്ന് മോണിറ്ററിന് മുമ്പിൽ നിന്നാണ് റിസൾട്ട് കാണുന്നത്. ആ റിസൾട്ട് കണ്ടാലും ആ റിസൾട്ട് പെർഫെക്റ്റ് ആവണമെന്നില്ല. തന്നെയല്ല ഇപ്പോൾ 5ഉം 6ഉം ക്യാമറകൾ വെച്ചിട്ട് പല ആംഗിൾ വെച്ചിട്ട് എടുത്തിട്ട് കൊണ്ട് എഡിറ്ററായി കൊണ്ട് കൊടുക്കും. എഡിറ്റർക്ക് ഇഷ്ടമുള്ള എഡിറ്റർ അവിടെ കട്ട് ചെയ്ത് ഇവിടെ കട്ട് ചെയ്ത് അതിനെ ഒഴിപ്പിച്ച് വേറെ തലത്തേക്ക് ആക്കി മാറ്റും. പക്ഷെ നമ്മളൊന്നും അതല്ല. നമുക്കൊരു ഷോട്ട് എടുത്താൽ എവിടെ നമ്മൾ സ്റ്റാർട്ട് പറഞ്ഞാൽ എവിടെ കട്ട് പറഞ്ഞത് നമുക്കറിയാം. തന്നെ ഫിലിമാണ്, അനാവശ്യമായിട്ട് നീട്ടിക്കൊണ്ടുപോകാൻ പറ്റൂല. ഇന്ന് എത്ര നീട്ടിക്കൊണ്ടുപോയാലും ഫിലിം വേസ്റ്റ് അല്ലല്ലോ, സമയത്തിൻ്റെ വേസ്റ്റേ ഉള്ളൂ. പക്ഷെ അത് ഇപ്പോൾ ഉള്ളവർ അതാണ് ചെയ്യുന്നത്. ഇപ്പോൾ എനിക്കറിയാം, ഇപ്പം നമ്മളോട് വർക്ക് ചെയ്ത പഴയ ആർട്ടിസ്റ്റുകളും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഷോട്ട് സ്റ്റാർട്ട് പറഞ്ഞ ദിവസം കട്ട് പറഞ്ഞാൽ പറയാം കറക്റ്റ്, ഇതാണ് കട്ട് എന്ന് പറയും. കറക്റ്റ് അവരുടെ ആ അഭിനയത്തിൻ്റെ ആ ഷോട്ടിൻ്റെ റിയാക്ഷൻ എത്രത്തോളം ആണെന്നുള്ളത് നമുക്കറിയാം. അത് നമുക്കത് മതി. പിന്നെ നമ്മൾ നീട്ടിക്കൊണ്ട് പോലും കുഴപ്പമാണ്. ഈ അഭിനയിക്കുന്നവർക്ക് ഈ എക്സ്പ്രഷൻ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് അവർക്കും ദൂഷ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും അങ്ങനെയുള്ള ക്ലാസ് ആയതുകൊണ്ട് ഇപ്പോൾ ഞാനിപ്പോൾ ഡിജിറ്റൽ എടുക്കുമ്പോഴും നമുക്ക് ആവശ്യം ഷോട്ട് കഴിഞ്ഞാൽ ഞാൻ കട്ട് പറയും. അപ്പോൾ മറ്റേ ചോദിക്കാം പോട്ടെ കുറച്ചുകൂടെ പോകട്ടെ കുഴപ്പമില്ല എന്ന് പറയും. പക്ഷെ നമ്മളതല്ല ചെയ്യുന്നത് സാധാരണ. ഏത് സിനിമ മുതലാണ് താങ്കൾ ഡിജിറ്റലിലേക്ക് വരുന്നത്? ഗ്രാനി മുതൽ ഇങ്ങോട്ടേ ഉള്ളൂ എനിക്ക് ഡിജിറ്റൽ. ഞാൻ പിന്നെ സീരിയൽ വന്നിട്ടുണ്ടല്ലോ, അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്കറിയാം എങ്ങനെയാണെന്നുള്ളത് അറിയാം. പക്ഷെ പിന്നെ അത് ക്യാമറമാർക്കും പ്രശ്നമാണ്. നിങ്ങൾ ഉദ്യോഗമായിട്ട് ഇപ്പം നമ്മൾ പഴയ ക്യാമറമാരല്ല ഇപ്പോഴത്തെ ക്യാമറമാൻ. ഇപ്പോഴത്തെ ചെയ്യുന്നുണ്ട്, പക്ഷെ അവർ ചെയ്യുമ്പോഴും കൂടെ ഈ ഡിജിറ്റൽ വർക്ക് ചെയ്യുന്ന ഒരു ആളിനെ കൂടെ അസിസ്റ്റന്റായിട്ട് നിർത്തിയിട്ടാണ് പലരും ചെയ്യുന്നത്. എല്ലാവരും അങ്ങനെ ഞാൻ പറയുന്നില്ല, ഡിസ്പ്യൂട്ട് ചെയ്യുന്നത് അല്ല. പലപ്പോഴും ഈ ഇവരിങ്ങനെ ആളുണ്ടാവും, ഒരു ഓപ്പറേറ്റിംഗ് ക്യാമറ എന്ന് പറഞ്ഞാൽ ഇതിനെക്കുറിച്ചുള്ള ബോധമുള്ള ആളായിരിക്കും. അപ്പോൾ അയാൾ കൂടെ നിന്നിട്ട് ഇവർക്ക് ഹെൽപ്പാണത്. ഇവർക്ക് പെട്ടെന്ന് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ഒരു 8 വർഷത്തോളം ഞാൻ സെൻസർ ബോർഡിലുണ്ടായിരുന്നു. 24 ഡിസംബറിലാണ് എൻ്റെ കാലാവധി കഴിയുന്നത്. ബാക്കി 8 വർഷം ഞാൻ. അപ്പോൾ ഈ പുതിയ പിള്ളേരുടെ പടങ്ങളും അതിൻ്റെ ട്രീറ്റ്മെൻറ്റും ഷോർട്ട് വൈസും എല്ലാം നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിനൊക്കെ അനലൈസ് ചെയ്യും. പക്ഷേ എന്നാലും എനിക്ക് അന്ന് ഒരു പടം സെൻസറിങ് നിൽക്കുന്ന സമയത്ത് നമ്മൾ ഒരു പടം കണ്ടിട്ട് അതിൻ്റെ റിസൾട്ട് എനിക്ക് അറിയാൻ പറ്റും. ഈ പടം ഓടും എന്നൊക്കെ മനസ്സിൽ ചിന്തിച്ചുള്ള പടം ഓടിയിട്ടുണ്ട്, ഓടത്തില്ല എന്ന് ചിന്തിച്ചാൽ ഓടിയിട്ടില്ല. അപ്പോൾ നമുക്ക് ആ ഒരു ജഡ്ജ്മെൻറ്റ് നമുക്ക് കിട്ടി. അപ്പം ഈ പുതിയ ഡയറക്ടേഴ്സിൻ്റെ ട്രീറ്റ്മെൻറ്റ് ലെവലും അതിൻ്റെ മേക്കിങ് നമുക്ക് ഏറെക്കുറെയൊക്കെ നമുക്കൊരു ഗ്രാഹ്യമുണ്ട്. അങ്ങനെയാണ് ഞാൻ ഗ്രാനി ചെയ്യുന്ന സമയത്ത് ഞാനത്, പക്ഷേ ഞാൻ അദ്ദേഹം അപ്ലൈ ചെയ്തില്ല. ഈ ഗ്രാനി എന്ന് പറഞ്ഞ കഥ അതാണ്. ഒരു ഫാമിലി ഓറിയൻറ്റഡ് മൂവി ആകുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ക്യാമറ ഗിമ്മീസുകൾ കാര്യങ്ങളില്ല. പക്ഷേ നേരെ കുറച്ച് അടിപൊളി ഇതല്ല, അടിപൊളി അതിൽ വ്യത്യസ്തമാണ് എടുത്തിരിക്കുന്നത്. അത് വേറൊരു ജോണർ ആയതുകൊണ്ട് വേറെ എടുത്തിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ട് എപ്പോഴും നമുക്ക് ഡിജിറ്റൽ വർക്കിലൂടെ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് കഴിഞ്ഞു. അത് ഞാനിപ്പോൾ എൻ്റെ പുതിയ വർക്കുകളിൽ അത് എനിക്കത് അപ്ലൈ പറ്റുന്നുണ്ട്. നമുക്ക് അടുത്ത ഒരു പാട്ട് കൂടി കേട്ടാലോ? ഏത് പാട്ട് പറയും? സമസ്യ എന്ന് പറയുന്ന പടം, അതിൽ OMV സാറിൻ്റെ ഒരു പാട്ടാണത്. നമ്മുടെ KP ഉദയഭാനുമാണ് അത് മ്യൂസിക് കിട്ടിയത്. യേശുദാസാണ് പാടിയത്. കിളി ചിലച്ചു കൈവിലെ കൈവള ചിരിച്ചു, കളമൊഴി നിൻ കൈ കുളിരുമ്മ വെച്ചു. വീണ്ടും വിഷ്വലാണ്. തീർച്ചയായിട്ടും വിഷ്വലും ഉണ്ട്. അതിനകത്തൊരു ഒരു പ്രണയഭാവം ത്രൂ ഔട്ട് നിൽപ്പുണ്ട്. ഈ നമ്മൾ അങ്ങനെയുള്ള ഞാൻ ഇഷ്ടപ്പെടുന്നത് അതുകൊണ്ടാണ്. ഓക്കെ, നമുക്ക് ആ ഗംഭീരമായിട്ടുള്ള പാട്ട് കേൾക്കാം. തീർച്ചയായും. മൊത്തം ചെയ്ത സിനിമകൾക്കിടയിൽ വളരെ വ്യത്യസ്തമായിട്ട് താങ്കൾ ചെയ്തൊരു സിനിമയായിരുന്നു നഗരവധു. വാണി വിശ്വനാഥിനെ നായികയാക്കി ചെയ്ത ഒരു ആക്ഷൻ സിനിമയായിരുന്നു. താങ്കൾ ഇപ്പോൾ കുറേ അടിപ്പടങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ത്രില്ലേഴ്സ് ഒക്കെ അസോസിയേറ്റഡ് അസിസ്റ്റന്റായിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്. പക്ഷേ താങ്കൾ ചെയ്തു തുടങ്ങുമ്പോഴത്തേക്ക് കുറച്ചുകൂടി ഫാമിലി ഓറിയന്റഡ്, ഹ്യൂമറിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ള സിനിമകളാണ് ചെയ്തത്. നഗരവധു എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഡീവിയേഷൻ? ഒരു പ്രത്യേക പടമാണ്. അതിൻ്റെ സബ്ജക്റ്റ് വേറെയാണല്ലോ, ഒരു വെറൈറ്റി സബ്ജക്റ്റ് ആണല്ലോ. ആ നഗരവധു എന്നുള്ള ആ പേരിൽ തന്നെ അതിൻ്റെ മീനിങ് ഉണ്ട്. എന്താണ് പടം എന്നുള്ളതിന് മീനിങ് ഉണ്ട്. സത്യത്തിൽ ആ പടം എൻ്റെ ഒരു കാറ്റഗറിപ്പെട്ട പടമാണ്. എനിക്ക് അങ്ങനെ പടത്തിൽ വലിയ താല്പര്യവും ഇല്ല. ഞാൻ ആക്ഷൻ പടം അസിസ്റ്റന്റായിട്ട് വർക്ക് ചെയ്ത സമയത്തുണ്ടെങ്കിലും എനിക്ക് ഇങ്ങനെയുള്ള പടങ്ങളുടെ വേറൊന്നും കൊണ്ടല്ല, എനിക്ക് അങ്ങനെയുള്ള ഒരു എനിക്ക് കൊടുക്കുന്ന പടം ഫാമിലിക്ക് ഇഷ്ടപ്പെടുന്ന പടമായിരിക്കണം. അല്പം രസിക്കാനും ചിന്തിക്കാനും എന്തെങ്കിലും ഒരു മെസ്സേജ് കൊടുക്കാനും കഴിയണം. ഏത് പടം എടുത്തു നോക്കിയാലും എല്ലാ പടത്തും ഞാൻ മെസ്സേജ് കൊടുത്തിട്ടുണ്ട്. ഒരു അപൂർവം ജില്ലയിലാണെങ്കിൽ ബ്രൈവിനെ ബേസ് ചെയ്തിട്ടുണ്ട്. ചെപ്പിൽ കിണങ്ങാതിൽ വൈറ്റ് കോളർ ജോലി വലിയ പ്രശ്നമായിരുന്നു. നെറ്റിപ്പട്ടം പടം ശശിധരനായിട്ട് വഴി ആദ്യമായിട്ട് സ്ക്രിപ്റ്റാണ്. അതിൽ കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം വീട്ടുകാര്യങ്ങൾ നോക്കാതെ നാട് നന്നാക്കാൻ നടക്കുന്ന ചെറുപ്പക്കാരൻ്റെ കഥ. അങ്ങനെ അതിൽ നിന്ന് വീട്ടിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ. അപ്പോൾ അങ്ങനെ ഒരു കഥ ഞാൻ കൊടുത്തത്. പിന്നെ ചെയ്ത പൊരുത്തം
പൊരുത്തവും എന്താണോ മനസ്സ്, ആ മനസ്സറിയാതെ പൊരുത്തം നോക്കിയിട്ട് കാര്യമൊന്നുമില്ല. നോക്കിയിട്ട് കാര്യമില്ല. അങ്ങനെ ഒരാൾ കെട്ടിച്ചു കൊടുത്തിട്ട് ആ കുട്ടിക്കുണ്ടാകുന്ന ലൈഫിന്റെ ദുരന്തങ്ങളാണ്. അങ്ങനെ എല്ലാ പടവും ഏത് പടം എടുത്തത് ഇപ്പം എല്ലാവരും ചൊല്ലി ഇതേപോലെ ഈ ആവശ്യമില്ലാത്ത സമരങ്ങൾ നടത്തി ഫാക്ടറി പൂട്ടിച്ച് അത് ട്രേഡ് യൂണിയൻ നേതാക്കൾക്ക് വേണ്ടിയിട്ട് നടത്തുന്ന ഒരു തൊഴിലാളികൾ പട്ടിണിയിലാവുന്നു, മുതലാളിക്കും ഗുണമില്ല, തൊഴിലാളിക്കും ഗുണമില്ല. അപ്പൊ അങ്ങനെ അതിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ ഇതൊക്കെ കാണുന്ന ഒരു തൊഴിലാളിയെങ്കിലും നന്നാവുന്ന അങ്ങനെ എല്ലാ പടങ്ങളും ഞാൻ ഒരു പടവും ഇല്ല നമുക്ക് അങ്ങനെ എല്ലാ പടവും ഞാൻ ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു മെസ്സേജ് കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, ഏറെക്കുറെ വിജയിച്ചിട്ടുണ്ട്. ഗ്രാനി അത് തന്നെയാണ്. ഗ്രാനി ശരിക്കും പറഞ്ഞാൽ നല്ലൊരു മെസ്സേജാണ് കൊടുത്തത്. പിന്നെ ഇനിയിപ്പം അടിപൊളിക്കാത്തതിന് അങ്ങനെ മെസ്സേജ് ഉണ്ട്, പക്ഷെ എന്നാലും നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തു. പിന്നെ നമ്മൾ ഒരു കാര്യത്തിന് ഇറങ്ങുമ്പോൾ അതിന്റെ വരുംവരയെ കുറിച്ച് ചിന്തിക്കുക എന്നുള്ളത് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. നമ്മൾ നഗരവധുവിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടാണ് മാറിപ്പോയത്. അതെ അതെ അതെ. അപ്പൊ ആ പടത്തിന്റെ അതിന്റെ കഥാകൃത്ത് എന്ന് പറയുന്നത് JC കാരയ്ക്കൽ അദ്ദേഹമാണ്. അദ്ദേഹം കേരള ശബ്ദം അതിലെഴുതിയൊരു കഥയാണിത്, ഈ നഗരവധു എന്നുള്ളത്. മാണിസികാപ്പൻ ആണ് പ്രൊഡ്യൂസ് ചെയ്തത്. അപ്പൊ ഞാൻ മാണിസികാപ്പനുള്ള ഒരു കമ്മിറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പടം ഞാൻ വർക്ക് ചെയ്തു. മാന്നാർമേറ്റാണ് പടത്തിൽ ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ വർക്ക് ചെയ്തു. അപ്പോൾ എന്നോട് കമ്മിറ്റ്മെന്റ് എനിക്ക് കലാവിൻ്റെ പടം എൻ്റെ ഒരു പടം ചെയ്യാം. അങ്ങനെ ഞാൻ ഈ പടം ചെയ്യാൻ വേണ്ടി വരുമ്പോൾ എന്നോട് അന്ന് എനിക്ക് വേറൊരു കഥ, സിദ്ദിഖിലാലിൻ്റെ ഒരു കഥ എന്ന് പറഞ്ഞിരുന്നു. സിദ്ദിഖ് എന്ന് പറഞ്ഞു. പിന്നെ അവരുടെ ഒരു മന്ത്രം തന്ത്രം കുതന്ത്രം എന്നൊരു കഥ, ആ കഥ കലാകാരൻ ചെയ്തു എന്ന് പറഞ്ഞ് എന്നോട് പറഞ്ഞു. അങ്ങനെ ഞാൻ അതിനുവേണ്ടി പ്രിപ്പറേഷൻ നടന്ന കൂട്ടത്തിലാണ്. ഞങ്ങൾ സ്ക്രിപ്റ്റിൻ്റെ ആൾമോസ്റ്റ് ഡിസ്കഷനും എഴുത്തും ഒക്കെ സ്റ്റാർട്ട് ചെയ്ത സമയത്താണ് ഈ നഗരവധു വരുന്നത്. അപ്പോൾ മണിസിക്ക് ഈ പടം ചെയ്യണം, നഗരവധു ചെയ്യണം. അപ്പോൾ എന്നോട് പറഞ്ഞു, പിന്നെ കലാകാരൻ ഈ പടം ഇത് ചെയ്യേ, ഇത് നമുക്ക് ഇത് മറ്റേ. അപ്പോൾ എനിക്ക് താല്പര്യമുള്ളൊരു സബ്ജക്റ്റ് ഞാൻ പറഞ്ഞു, സാർ അത് വേണ്ട, ഞാൻ ഇല്ല, എനിക്ക് ഇത് ചെയ്ത് എനിക്ക് മറ്റേ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് കലാകാരൻ ചെയ്യും, നമുക്ക് മറ്റേ ചെയ്യാം, എന്തായാലും മറ്റേ ചെയ്യാം. അപ്പോൾ ഞാൻ മനസ്സുകൊണ്ട് വിചാരിച്ചെന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം. എന്തായാലും ഞാൻ ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും ഒരു പ്രൊഡ്യൂസറെ സേഫ്റ്റി നോക്കി പടം ചെയ്യുന്ന ആളാണ്. ഒരു പ്രൊഡ്യൂസറുടെ കപ്പാസിറ്റി എന്താണോ അതനുസരിച്ചിട്ട് ഇപ്പം ഫ്ലൈറ്റ് വന്നിറങ്ങണം എന്ന് പറയാൻ ഫ്ലൈറ്റ് ഇല്ല കേട്ടോ, ഒരു ബോട്ടിൽ പറ്റുമോ എന്ന് ചോദിച്ചാൽ എന്നാ ബോർഡ് എന്ന് പറയുന്ന ആളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഞാൻ ചിന്തിച്ചു, ഈ നഗരവധു എന്നവിടെ സബ്ജക്റ്റ് ഇതാണ്, ഈ ആക്ഷൻ പാക്കഡാണ്, പിന്നെ കുറച്ച് പൊളിറ്റിക്സ് ആണ്. ഞാൻ അതിനൊന്നും വലിയൊരു ഇൻവോൾവ് ഉള്ള ആളല്ല. പിന്നെ സ്ക്രിപ്റ്റ് വെച്ച് എനിക്ക് ചെയ്താൽ മതി, എൻ്റെ തൊഴിൽ എനിക്ക് മനോഹരമാക്കുക. എൻ്റെ വർക്ക് അത് തീർച്ചയായിട്ടും ആരും കുറ്റം പറയുന്നത് ഞാൻ പടം ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് അതിലേക്ക് വരുന്നത്. പക്ഷേ ആ പടം അത്ര ഹിറ്റായില്ല. ഹിറ്റാവായിരുന്നതിൻ്റെ കാരണം ആ പടം പിന്നീട് TV കണ്ട് ഒരുപാട് ഈ പടം ഇന്നുകൊണ്ട് ഓടിയില്ല. ഞാൻ പറഞ്ഞത് എനിക്കറിയില്ല. പക്ഷേ എൻ്റെ ഒരു റീസൺ എനിക്കറിയാവുന്നത്, ആ പടം ഞങ്ങൾ റിലീസ് ചെയ്യാൻ വേണ്ടി അനൗൺസ് ചെയ്യുന്നു, പക്ഷേ റിലീസ് ചെയ്തില്ല. ഒരു 4-5 ഡേറ്റുകൾ അനൗൺസ് ചെയ്ത് ആ പടം റിലീസ് ചെയ്യാൻ പറ്റിയില്ല. അവസാനം സിദ്ദിഖിലാലിൻ്റെ ഹിറ്റ്ലർ പടത്തിൻ്റെ ഓപ്പോസിറ്റാണ് ഈ പടം റിലീസ് ചെയ്യുന്നത്. അന്ന് പത്രപ്രസ് പോലും കൊടുത്തില്ല. നമ്മൾ ഇന്ന് മുതൽ പത്രപ്രസ് കൊടുക്കും, അതുപോലും കൊടുത്താൽ പടം റിലീസ് ചെയ്ത്. അതുകൊണ്ടായിരിക്കാം എന്ന് ചിന്തിക്കുന്നു. പക്ഷേ പടം കണ്ടാലും മോശം പറഞ്ഞില്ല. അതിൻ്റെ പ്രിവ്യൂ ഇടുന്ന ഫസ്റ്റ് ഞങ്ങൾ മദ്രാസ് പ്രിവ്യൂ ഇട്ടിട്ട് അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് മാണിസിക എന്നോട് പറഞ്ഞു, കലാര എനിക്ക് ഒരു വിഷമവുമില്ല, ഷാജി കൈലാസ് സുരേഷ് ഗോപി പടം കാണുന്ന ഫീലിംഗ് എനിക്ക് പടത്തിനുണ്ട് എന്ന് പറഞ്ഞതാണ്. ഈയിടെ എൻ്റെ ഒരു സുഹൃത്ത് ഒരു ദിവസം രാത്രി തന്നെ ഒരു 9:30 മണി കഴിഞ്ഞു ഫോണിൽ വിളിക്കുന്നു. ഞാൻ സത്യം കിടന്നു, കോട്ടയത്ത് തന്നെ. അപ്പം ഞാൻ സാറിൻ്റെ പടം വർക്ക് ചെയ്യാൻ അസിസ്റ്റൻ്റ് വർക്ക് ചെയ്യാൻ ഇരുന്നതാണ്. പക്ഷേ എനിക്ക് പറ്റിയില്ല. ഏതാ ഈ പടം നഗരവധു പറ്റിയില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി. അപ്പം എനിക്ക് എന്താ വിളിച്ചത് പറഞ്ഞു, സാർ ഞാനിപ്പോൾ സാറിൻ്റെ TV-യിൽ നഗരവധു പടം കണ്ടിട്ടാണ് ഇരിക്കുന്നത്. സാറെ പടം എന്ത് മനോഹരമായിട്ട് സാർ ചെയ്തിട്ടുണ്ട്, എന്തുകൊണ്ട് അത് ഇങ്ങനെ ആയിപ്പോയി എന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല. എനിക്ക് അതിൻ്റെ ക്ലൈമാക്സ് ഒക്കെ അസാധ്യമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിളിച്ചത്. അപ്പം ഞാൻ പറഞ്ഞു താങ്ക് യു. അല്ല, ഒരാളെങ്കിലും നമ്മളെ വിളിച്ചിട്ട് അയാൾ അസിസ്റ്റൻ്റാണ്, ഇപ്പോൾ ആരുടെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്, പുള്ളി വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്, അസിസ്റ്റൻ്റ് വർക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞു പുള്ളി. ആ പടം ശരിക്കും ആസ്വദിച്ച ആൾക്കാരുണ്ട്, ഇല്ലെന്നുള്ളതല്ല. തീർച്ചയായും നമ്മൾ സമയം ഏതാണ്ട് പൂർണ്ണമാവുകയാണ്. ഏതാണ്ട് 40 വർഷമായിട്ടുള്ള ഒരു സബരിയെ ഈ ഒരു പാട്ടുകൾ ഉൾപ്പെടെ 40 മിനിറ്റിലോട്ട് ഒതുക്കുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല. എന്നാലും എന്തൊക്കെയോ കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു. അതെ. അപ്പോൾ ഇനി അടുത്ത് എന്താണ് ഇപ്പോൾ നമുക്ക് അടിപൊളി വരാനിരിക്കുന്നു, മറ്റെന്തൊക്കെയാണ് നമ്മൾ അടിപൊളി വിതിൻ 2 months നമ്മൾ റിലീസ് ചെയ്യും. വലിയ കുഴപ്പമില്ല പോകുന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. കാരണം അതിനുള്ള ആവശ്യമുള്ള ഘടകങ്ങളൊക്കെ ഉണ്ട്. ഹ്യൂമറും അടിയും വൈറ്റും സെന്റിമെന്റ്സും എല്ലാ ഘടകങ്ങളും നമ്മൾ തൊട്ട് പോയിട്ടുണ്ട്. അടുത്ത് ഞാനൊരു 1-2 പടങ്ങളുടെ ഡിസ്കഷൻ നടക്കുന്നുണ്ട്. പടമായതുകൊണ്ടോ ഇന്ന സമയത്ത് നടക്കുമ്പോൾ അടുത്ത മാസം തുടങ്ങുന്നൊന്നും അങ്ങനെയുള്ള അവകാശങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. നടന്നേക്കാം. അതും ഒന്ന് ക്രൈം ത്രില്ലാണ്. പക്ഷേ ത്രില്ലെന്ന് വെച്ചാൽ ഈ അടിപൊളി അങ്ങനെയുള്ള സാധനമല്ല. നമ്മുടെ ഇപ്പോഴത്തെ ഒരു മൂഡനുസരിച്ച് നമുക്ക് വ്യത്യസ്തമായ കഥയാണ്. 3 സബ്ജക്റ്റ് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. 3 വ്യത്യസ്തമായ 3 സബ്ജക്റ്റുകളാണ്. അപ്പോൾ അതിനെ നമ്മൾ എത്രയും മനോഹരമാക്കി ജനങ്ങളിലേക്ക് എത്തിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഓക്കെ, എന്തായാലും വളരെ സന്തോഷം താങ്കളോട് സംസാരിക്കാൻ കഴിഞ്ഞതിൽ. ഈ വരാനിരിക്കുന്ന പ്രോജക്റ്റും പ്രത്യേകിച്ച് അടിപൊളിയും അത് കൂടുതൽ അടിപൊളിയാവട്ടെ. അതിൻ്റെ സക്സസ് ആയിട്ടൊക്കെ ആഘോഷിച്ചുകൊണ്ട് നമുക്ക് വീണ്ടും ഒരിക്കലും ഇരിക്കാവുന്ന പ്രതീക്ഷയോടെ നമുക്ക് ഇവിടെ പറയാം. നന്ദി സർ. ചലച്ചിത്ര സംവിധായകൻ കലാധരൻ അതിഥിയായി പങ്കെടുത്ത ഞാൻ എന്റെ പ്രിയ ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. നിർവഹണം മനീഷ് MP. നിർവഹണ സഹായം വിനോദ് പ്രഭാകർ.